കേന്ദ്ര അനുമതി ലഭിച്ചിട്ടും കോഴിക്കോട് പ്രധാന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് റോഡ് വരെയുള്ള ഭാഗം 4 വരിയാക്കാനുള്ള പദ്ധതി ഉണ്ടെങ്കിലും മലാപ്പറമ്പ് മുതൽ വെള്ളിമാടക്കുന്ന് വരെയുള്ള 3 കിലോമീറ്റർ പാതയുടെ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള പാത വികസിപ്പിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ജൂലൈ 30 വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ ദേശീയപാതയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം പാത വികസിപ്പിക്കാനാണ് ദേശീയപാത അതോറിറ്റി സംസ്ഥാന സർക്കാരിന് NOC നൽകിയത്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും അടങ്കൽ തയ്യാറാക്കി ടെൻഡർ ചെയ്യാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിയില്ല. ദേശീയപാതയ്ക്ക് 30 മീറ്റർ വീതി വേണമെന്നാണ് നിബന്ധനയെങ്കിലും നിലവിൽ 24 മീറ്റർ മാത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മാനാഞ്ചിറ കൊല്ലകൽ ദേശീയപാത 776 വെള്ളിമാടുകുന്ന് വരെ വികസിപ്പിക്കുന്ന പദ്ധതിക്ക് 2009 തുടക്കം കുറിച്ചത്. നഗരപാത വികസനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡും വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. 2012 മാത്രമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് തുടക്കമായത്. 24 മീറ്റർ വികസിപ്പിക്കുന്ന ഭൂമിയായിരുന്നു ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ദേശീയപാത 66 വികസന പദ്ധതി തയ്യാറായതോടെ മാനാഞ്ചിറ മലാപ്പറമ്പ് ഭാഗം സംസ്ഥാന സർക്കാർ തന്നെ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ടായി. വെള്ളിമാടുകുന്ന് വരെയുള്ള ദേശീയപാത വികസനത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കിയിട്ടും ഭൂമി ഏറ്റെടുക്കൽ എവിടെയും എത്താത്തതിനാൽ 4 വരി പാത എന്ന സ്വപ്നം എപ്പോൾ യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ജനം, കോഴിക്കോട്.